നീ കച്ചവടത്തിന് വേണ്ടിയുള്ള വെറും നാടകമാണ് എമ്പുരാൻ വിഷയത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഈ പോണെങ്കിൽ പോടാ, ഞമ്മക്കാരല്ലേ പേടില്ല. ഇങ്ങടെ മയ്യത്തടുത്ത തീക്കളിയാണ് കളിക്കണത്. സിനിമ മുറിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുരേഷ് ഗോപി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, അത്ര എനിക്ക് പറയാനുള്ളൂ. വെറും ഡ്രാമ. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവടിയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ നിന്നെപ്പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്, വാളെടുത്തവൻ വാളാൻ. കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. അത് വെച്ച് കഷ്ടം. മോശം പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു നിർബന്ധവും ഇല്ല ഇത് എഡിറ്റ് ചെയ്യണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്ത് കളയുന്നത്? ഭയന്നിട്ടാണോ? അല്ല, ഇതിനകത്ത് ഭയം എന്നുള്ളതല്ല. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. അപ്പൊ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. സമർത്ഥമായി മെനഞ്ഞെടുത്തൊരു കഥ. മോഹൻലാൽ സാറും അതെ, പൃഥ്വിരാജും അതെ. എന്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡന്റും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു അസോസിയേഷനിൽ നമ്മൾ പോയിട്ടില്ല. ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കും ഒക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അത് 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. മോഹൻലാൽ ഈ പ്രിവ്യൂ കണ്ടിരുന്നു എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നിച്ച്, ഞങ്ങൾക്ക് ഇത് നമ്മൾ സിനിമ ഇറങ്ങിക്കഴിയുന്ന സമയത്ത് ജനങ്ങൾ എല്ലാവരും അതിനെ വളരെയധികം സ്വീകരിക്കുകയും ഒരു സാധാരണക്കാരനൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എന്നിട്ട് ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നിർമ്മിക്കുന്ന സിനിമകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അല്ല, അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ്. ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത്. ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രവേഴ്സി. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എല്ലാരും വിളിച്ചു. അല്ല, നമ്മൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. എനിക്ക് എന്നോട് പറയാൻ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല. എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ തെറ്റായി പോയെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. So what is the controversy? Who has raised the controversy? It's all business, man. It's all business.
screwing up the psyche of the people and making money. That's all. ഈ നാടിന്റെ നെഞ്ചു കീറി പിളർക്കാനാണെന്ന് ഞങ്ങൾ പാവ ഇന്ത്യക്കാർക്ക് മനസ്സിലായില്ലടാ മുഷറഫെ. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവടിയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ നിന്നെപ്പോലുള്ള ലോക കൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്. വാളെടുത്തവൻ വാളാ. ഭീഷണിയൊന്നുമല്ല ഇതിൽ മാർക്കറ്റിംഗ് ടാക്ടിക്സ് നല്ല രീതിയിലുണ്ട് എന്നതാണ് എന്റെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. ഇതിൽ ഇനി പൃഥ്വിരാജും ടീമും അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ മാർക്കറ്റിംഗ് ആണ്, ബിസിനസ് ടാക്ടിക്സ് ആണ്. അതിൽ ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സോ എന്തുണ്ടെങ്കിലും പടം ഹിറ്റാകണം, പണം വാരണം. ആശീർവാദ് സിനിമാസിന് 25 വർഷം പൂർത്തിയാക്കിയെങ്കിലും കഴിഞ്ഞിറങ്ങിയ ബറോസ് അടക്കമൊക്കെ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ നികത്തണം. അപ്പോൾ ആ നഷ്ടങ്ങളെല്ലാം ഒന്നിച്ച് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ടാക്ടിക്സ് ആണ്. അല്ലാതെ ഈ സിനിമ കലാമൂല്യം കൊണ്ട് എന്തായാലും ഈ പറഞ്ഞ 200 കോടിയിൽ എത്തില്ല എന്നുള്ളതും ആ സിനിമ കണ്ടിറങ്ങിയതോടുകൂടി ബോധ്യപ്പെട്ട കാര്യമാണ്. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. കൈ രണ്ടും കൂടെ കെട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ തൊഴും. ഈ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലതും ആണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം. ഭീഷണി ഫലിച്ചു എന്ന ചോദ്യത്തിന് സാമ്പത്തികമായ ലാഭം എന്ന നിലയിൽ അത് ഫലിച്ചിട്ടുണ്ട്. 200 കോടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുണ്ടാക്കിയ വിവാദം. ഇന്നലെ രാത്രി മുഴുവൻ കേരളത്തിലെ പല തിയേറ്ററുകളിലെ തള്ളിച്ച് നമ്മൾ കണ്ടതാണ്. എനിക്കൊന്ന് സുജയും ഇന്നലെ രാത്രിയിലാണ് കണ്ടത്. ഞാനും ഇന്നലെ രാത്രിയിൽ ഈ സിനിമ കണ്ടു. പാലക്കാട് വെച്ചാണ് കണ്ടത്. ബമ്പർ ഹിറ്റോ ഈശ്വരാ, ബമ്പർ ഹിറ്റ്. അയ്യോ രാജപ്പാ, പടം ബമ്പർ ഹിറ്റ്. അയ്യോ ഹിറ്റ് ഹിറ്റ് ബമ്പർ ഹിറ്റ്, പടം ബമ്പർ ഹിറ്റ്. പോയി കാണ് എടോ. ബമ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്, പടം ഹിറ്റ് ഹിറ്റ്. നിങ്ങളെ നമ്മുടെ ഫാമിലി ഹിറ്റ്. പോയി കാണ്. രാത്രിയിൽ 12:30 ക്യൂ നിൽക്കുന്ന ആളുകളെ കണ്ടു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഉത്സവ സീസണുകളിലെ തിയേറ്ററുകളിൽ നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ കേരളമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഇന്നലെ വലിയ റഷായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് പല ഷോകളും അവസാനിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ സാമ്പത്തിക ലാഭം സിനിമയ്ക്കുണ്ടാക്കി. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം അത് ഏത് തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കി എന്നുള്ളതാണ് ചർച്ച. 100% ഞാൻ യോജിക്കുന്നു. ഒരു തരത്തിലും ഒരു ഏജൻസിയോ അല്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗമായ ഏതെങ്കിലും എൻഡറോ അങ്ങനെ ഒരു ഭീഷണിയിലേക്ക് പോയിട്ടില്ല. എന്നാൽ സെൻസറിങ്ങിനായിട്ടുള്ള തീരുമാനം ഇവരെടുക്കുമ്പോൾ ആദ്യത്തെ 20 മിനിറ്റ് എന്ന നിർദ്ദേശം സെൻസർ ബോർഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ മ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇതിന്മേലുള്ള കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഇന്നിപ്പോൾ ആ എഡിറ്റ് പൂർത്തിയാവുകയും ചെയ്തിരിക്കുകയാണ്. ബുധനാഴ്ചയോടുകൂടി പുതിയ സിനിമ എന്നാണ് പറഞ്ഞിരുന്നത്, അതായത് റീ എഡിറ്റഡ് വേർഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നാളെ അത് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. അതാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.